ഗംഭീരമായിട്ട് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്ത സിനിമകളെല്ലാം ഗംഭീരമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു സിനിമ, ഒരു ജാതി ജാതകം മാറ്റി എഴുതി എല്ലാവരുടെയും. തിയേറ്ററിൽ പോയി പടം കണ്ടു, അടുത്തൊരു അവിടെ ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യണ കണ്ടു. പയ്യന്നൂർ അർച്ചനയിൽ പോയി സിനിമ കണ്ടു. അതിനുശേഷം ആ അർച്ചനയിൽ നിന്ന് സിനിമ കണ്ടു. രണ്ടാമത്തെ ദിവസം അവിടെ അതിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ പാക്കനാർ ടാക്കീസ്, ചെറുവത്തൂർ പാക്കനാർ, അവിടെയും പോയി സിനിമ കണ്ടു. മൊത്തത്തിൽ എങ്ങനെ തോന്നി? നല്ല അഭിപ്രായമുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ആളുകൾ കണ്ടവർ കുറേ കാലത്തിനടുക്ക് നന്നായി ചിരിക്കാൻ പറ്റിയൊരു സിനിമ എന്നാണ് എല്ലാവരുടെയും പൊതുവിലെ അഭിപ്രായം. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും നാട്ടുകാരും എല്ലാം വിളിച്ചു പറയുന്നതാണ്, ഏറ്റവും നന്നായി ചിരിച്ചു. വൈഫുണ്ടോ? അമ്മ കുടുംബത്തോടെ തന്നെ പോയി കണ്ടു. നല്ല അഭിപ്രായം പറഞ്ഞു. ഭാര്യ ഉണ്ടായിരുന്നു, മക്കളും കൂടെ നാട്ടിലുണ്ട്, രണ്ടാളും കണ്ടു, ഒന്നിച്ച് തന്നെ പോയി കണ്ട്. എനിക്ക് ഒരേ സീനുകൾ എടുത്ത് പറയാൻ പറ്റില്ല, കാരണം സിനിമ കാണാനുള്ളവർ ഇനിയും കാണാനുണ്ട്. ഒന്ന് സീനുകൾ എടുത്ത് പറയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു സീൻ സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട്. അത് നമുക്ക് പിന്നീട് വീട്ടിൽ വന്നിട്ട് ആലോചിച്ചും ചിരിക്കേണ്ട ഒരു ഇതിലേക്ക് പോയി. ആ ഒരു സീൻ ചെയ്യുമ്പോൾ എന്തായിരുന്നു? സീൻ പറയാതെ തന്നെ നമ്മൾ ചോദിക്കുന്നു, സീൻ പ്രേക്ഷകരെയും കാണാറുണ്ട്. ആ സീൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ആ സീൻ ഒന്ന് നമ്മുടെ സംവിധായകൻ പിന്നെ പറഞ്ഞു തന്നു ഇങ്ങനെയാണെന്ന് സംഭവം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലാണ്. സാധാരണ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ കഴിഞ്ഞു, പിന്നെ സംവിധായകൻ ഏൽപ്പിച്ചൊന്നുമില്ല. പക്ഷേ ഇത് നേരെ വിപരീതമാണ്, രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നില്ലാണ്. അതുമാത്രമല്ല വിനീത് ശ്രീനിവാസിൻ്റെ ഒരു നല്ല സപ്പോർട്ടും അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായത് എന്നുള്ളതാണ്. ഒരു അച്ഛനും ഒരു അമ്മയും വന്ന് അത് കഴിഞ്ഞിട്ട് ആ സീൻ അച്ഛൻ കണ്ടിട്ട് അമ്മയുടെ അടുത്ത് പോയി പറയുന്ന ഒരു വല്ലാത്തൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയൊക്കെ ഉണ്ട്, പേരൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതായത് മകൻ പെണ്ണന്വേഷിച്ച് പോകുന്നു, സംഗതി നടക്കുന്നില്ല. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് അല്ലേ, ഓരോരാളും പല രീതിയിലല്ലേ കമൻസ് പറയുന്നത്. അപ്പോൾ അതെല്ലാം അല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ ഇതിനകത്ത് ആ ഇന്റർവ്യൂവിന് മുമ്പ് നമ്മൾ പക്കാ വിളിക്കുന്നത് പരസ്യമായിട്ട് കുണ്ടൻ എന്നൊരു വിളിയുണ്ട്. കുണ്ടൻ എന്നൊരു വിളിയിൽ തിയേറ്ററിൽ കയ്യടിയങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നവരെ കയ്യടിയാണ്. എന്നുവെച്ചാൽ വിനീതിനെ പിന്നെ കാണുമ്പോൾ കയ്യടിയങ്ങ് തുടങ്ങി, പിന്നെ അച്ഛനെ കാണുമ്പോൾ കയ്യടി, അച്ഛൻ്റെ ആശുപത്രിയിലുള്ള ഒരു സീനൊക്കെ അതിനപ്പുറത്തേക്ക് കയ്യടിയാണ്. അപ്പോൾ ഭാര്യയോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഭാര്യയോട് പറയുന്ന ഡയലോഗ് എങ്ങനെയാണ് പറയണ? അത് ആ ഡയലോഗ് പറയാൻ കുഴപ്പമൊന്നുമില്ല, നീ ആ പേര് പറഞ്ഞിട്ട് പറയാനുണ്ടല്ലോ, എല്ലാരും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഭാര്യ ഇപ്പൊ അടുത്തിരിക്കുമല്ലോ, നിന്റെ പേര് ജയേഷാന്ന്. അപ്പൊ ഭാര്യയുടെ എക്സ്പ്രഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് മനോഹരമായി. പിന്നീട് ആ കല്യാണം ആലോചിക്കുമ്പോൾ ആ പാട്ട് മോഹൻചേട്ടൻ തന്നെ ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന പാട്ടായിരുന്നു. ഏത് നിങ്ങൾ പാടുന്നില്ല, മറ്റേ ജാതിപത്രി ലേഹ്യം, ആ സ്ക്രിപ്റ്റിലുണ്ടത്. അത് അദ്ദേഹം രാകേഷ് മണ്ടോടിയുടെ ഒരു സംഭാവനയാണ്. അത് ട്രെയിലറിലൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് പറയുന്ന ഒരു തടസ്സമില്ലാത്ത ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വന്ന് അതിന്റെ ആ പാട്ടൊന്നും കൂടെ നമുക്ക് പാടാലോ. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രിലേഹ്യം. അത് ഇന്നലെ തിയേറ്ററിൽ നിങ്ങൾ വേറെ രീതിക്ക് പാടി കേക്ക് മുറിക്കുമ്പോൾ. അതെങ്ങനെയാണ് പാടിയത്? കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണം പൂവുണ്ടോ. അത് പഴയ സിനിമ പാട്ടത്. അതെടുത്ത് അപ്പൊ തന്നെ ഓർത്തിരുന്ന് പാടിയതുള്ള. അല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.